ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിഷുവാണ് അല്ലേ? എല്ലാവരും വിഷു നന്നായി ആഘോഷിച്ചു കാണും. എല്ലാവർക്കും മാധവത്തിൻ്റെ പേരിൽ വിഷുദിന ആശംസകൾ. വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിലൊരു ഐതിഹ്യമാണ് നരകാസുര വധം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നരകാസുര വധം വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും ആ വീഡിയോ കേൾക്കണം. നരകാസുര വധം മനസ്സിലാക്കണം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആരായിരുന്നു നരകൻ എന്നുള്ള കാര്യം, എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ വധിച്ചത് എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായി തന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ആ നരകാസുര വധം കേട്ട് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ വിഷു പൂർണ്ണമാവുകയുള്ളൂ. മറ്റൊരു ഐതിഹ്യമുണ്ട് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് രാവണനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. അതായത് പണ്ട് രാവണൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് സൂര്യകിരണങ്ങൾ പതിക്കുന്നത് രാവണന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ രാവണൻ സൂര്യഭഗവാനെ വിലക്കി എന്നാണ് പറയുന്നത്. സൂര്യഭഗവാന് തൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി ലങ്കയിലേക്ക് സൂര്യകിരണങ്ങൾ പതിപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ വളരെ വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് രാവണൻ്റെ ആ ഒരു ജീവിതകാലത്ത് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ചു. അങ്ങനെ രാവണ വധത്തിനു ശേഷമാണ് സൂര്യദേവന് സ്വാതന്ത്ര്യത്തോടുകൂടി ലങ്കയിലേക്ക് തൻ്റെ കിരണങ്ങൾ പ്രവഹിപ്പിക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ആ ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മ പുതുക്കലിനായിട്ടാണ് ആദ്യമായി വിഷു ആഘോഷിച്ചത് എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഐതിഹ്യങ്ങളാണ് വിഷുവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണയായി പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാധവത്തിന് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. മാധവം എന്ന യൂട്യൂബ് ചാനലിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കാശിയിൽ കാളികാപീഠത്തിൻ്റെ നേതൃത്വത്തിൽ മഹാമണ്ഡലേശ്വരൻ്റെ കാളികാപീഠത്തിൽ വെച്ചിട്ട് ഗംഗാനദിയുടെ തീരത്ത് വെച്ചിട്ട് ഇന്ന് വിഷുദിനത്തിൽ അവിടെയുള്ള സാധുക്കൾക്ക് അന്നദാനം നടത്തി. ആ അന്നദാനത്തിൻ്റെ വീഡിയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ധാരാളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് അവരുടെ ആ സന്തോഷവും അവരുടെ ആ സങ്കടവും ഒക്കെ പങ്കുവച്ചു. പലരും ആ വീഡിയോ കണ്ടിട്ട് കരയുകയായിരുന്നു. കാരണം അത്ര സാധുക്കളായ മനുഷ്യർക്ക് ആഹാരം കൊടുക്കുവാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധുക്കളായ മനുഷ്യർക്ക് ആഹാരം കൊടുക്കുന്നതാണ് അന്നദാനം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കായിട്ട് ആഹാരവും വെള്ളവും ഒക്കെ കൊടുക്കാറുണ്ട്. അത് പ്രസാദമാണ്, പ്രസാദകൂട്ടാണ്. അത് ദാനമല്ല. ദാനം അവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ആഹാരം കഴിക്കുന്നവരെല്ലാം ആഹാരം കഴിക്കാൻ നിവൃത്തിയുള്ളവരാണ്. അവർക്ക് കൊടുക്കുന്നത് പ്രസാദമാണ്, പ്രസാദകൂട്ടാണ്. പക്ഷേ ദാനം എന്ന പേരിൽ നമ്മൾ അതിൻ്റെ പുണ്യം നമുക്ക് ആർജിക്കണമെങ്കിൽ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു നിവൃത്തിയും ഇല്ലാത്ത മനുഷ്യർക്ക് കൊടുക്കുമ്പോഴാണ് അത് ദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ദാനമാണ് ഇന്ന് മാധവം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചെയ്തത്. വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. മാധവത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ ആ ഒരു പുണ്യം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അന്നദാനത്തിൻ്റെ ആ പുണ്യദാനത്തിൻ്റെ വീഡിയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന എല്ലാവർക്കും ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ലാത്ത ആളുകൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അത്രയും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഇന്ന് മാധവത്തിലൂടെ എല്ലാവരും ചെയ്തത്. എല്ലാവർക്കും മാധവം അതിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കാളികാപീഠവും നന്ദി അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വിഷുദിനത്തിൽ ഇങ്ങനെയൊരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ നിങ്ങളൊക്കെ എത്രയോ കാലം ചെയ്ത ആ പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. എത്രയോ ജന്മങ്ങൾ നിങ്ങൾ പുണ്യം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്, അങ്ങനെ തോന്നിയത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾക്കറിയാത്ത ധാരാളം ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല അമ്മമാരും എന്നെ വിളിച്ച് കരയുകയാണ്. അവർക്ക് സംസാരിക്കുവാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര വലിയ സന്തോഷമാണ് അവർ പങ്കുവെച്ചത്. കാരണം ഇതുവരെ അവർക്ക് ഇങ്ങനെയൊരു കർമ്മം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത്തവണ അവർക്കതിന് സാധിച്ചു എന്ന് പറഞ്ഞ് അവർ കരയുകയാണ്. തീർച്ചയായിട്ടും
ആഹാരം എടുത്തു വെച്ച് കഴിക്കുന്ന സമയത്ത് അവിടെയുള്ള ഓരോ അംഗങ്ങളും ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടാകും. ആ വിളിയുടെ പുണ്യം, ആ വിളിയുടെ ശക്തി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക. നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ വീഡിയോ പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുമല്ലോ, കുടുംബ ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെയൊരു കാര്യം ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒന്നുകൂടി വിഷുദിന ആശംസകൾ. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.